പശ്ചിമേഷ്യയെ ആകെ മുൾമുനയിലാക്കിയ ഒരു സംഘർഷഭീതി അങ്ങനെ തൽക്കാലത്തേക്ക് ഒഴിയുകയാണ്. പ്രക്ഷോഭത്തീയിൽ വെന്തുരുകുന്ന ഇറാനെ തൽക്കാലം ആക്രമിക്കില്ല എന്ന് അമേരിക്ക അറിയിച്ചതോടെ ഉടനടി ഒരു യുദ്ധമുണ്ടാകില്ല എന്ന് ഉറപ്പായിട്ടുണ്ട്. ഇറാന്റെ ആഭ്യന്തര പ്രശ്നമായി ആരംഭിച്ച വിലക്കയറ്റ വിരുദ്ധ പ്രക്ഷോഭം ഒരു ഇറാൻ-US യുദ്ധമുഖത്തേക്ക് വൈകാതെ എത്തുകയായിരുന്നു. ഭരണവിരുദ്ധ പ്രക്ഷോഭം ഏറെക്കുറെ ആറിത്തണുക്കുകയും പ്രക്ഷോഭകരെ കൊലപ്പെടുത്തുന്നത് ഇറാൻ നിർത്തുകയും ചെയ്തതോടെ ഇറാനെ ആക്രമിക്കാനുള്ള പദ്ധതിയിൽ നിന്ന് അമേരിക്ക പിൻവാങ്ങിയെന്നാണ് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറയുന്നത്. എന്നാൽ ഇറാനെ ആക്രമിച്ചാൽ അതിന്റെ പ്രത്യാഘാതം ഗുരുതരമാകുമെന്ന് ഉറപ്പുള്ളതുകൊണ്ടാണ് അമേരിക്ക തിടുക്കപ്പെട്ട് ഇറാനെ ആക്രമിക്കാതെ പിന്നാക്കം വലിഞ്ഞത് എന്നാണ് നിരീക്ഷകരുടെ വിലയിരുത്തൽ. ഇറാൻ ആക്രമണ പദ്ധതിയിൽ നിന്ന് അമേരിക്ക പിൻവാങ്ങിയതോടെ ഖത്തറിലെ US-ന്റെ വ്യോമതാവളമായ അൽ ഉദൈദിന് നൽകിയ സുരക്ഷാ മുന്നറിയിപ്പ് ഇളവ് ചെയ്തു. ഇവിടേക്ക് US വിമാനങ്ങൾ മടങ്ങിയെത്തി തുടങ്ങി. ഒപ്പം വ്യാഴാഴ്ച 4 മണിക്കൂറോളം അടച്ചിട്ട ഇറാൻ വ്യോമപാത തുറക്കുകയും ചെയ്തു. ഇറാനിൽ പ്രക്ഷോഭം തണുത്തതുകൊണ്ടാണ് ആക്രമണം ഉപേക്ഷിച്ചത് എന്ന് അമേരിക്ക പറയുന്നുണ്ടെങ്കിലും വസ്തുത മറ്റൊന്നാകാമെന്നാണ് അന്താരാഷ്ട്ര വിദഗ്ധരുടെ വിലയിരുത്തൽ. അമേരിക്കയുടെ അടുത്ത സഖ്യകക്ഷിയായ ഇസ്രായേലും ഒപ്പം ഗൾഫ് രാഷ്ട്രങ്ങളും ഉടനടി ഒരു സൈനിക നടപടി വേണ്ടെന്ന് ഉപദേശിച്ചതോടെയാണ് ട്രംപിന്റെ പിന്മാറ്റമുണ്ടാകുന്നത്. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്, വൈസ് പ്രസിഡന്റ് JD വാൻസ് എന്നിവരുമായി സംസാരിച്ചിരുന്നു. ഇറാന് നേരെ ആക്രമണമുണ്ടായാൽ ശക്തമായ തിരിച്ചടി ഉറപ്പാണ് എന്നും ഒരുങ്ങാൻ സാവകാശം വേണമെന്നും നെതന്യാഹു ട്രംപിന് മുന്നറിയിപ്പ് നൽകിയിട്ടുമുണ്ടത്രേ. ഇതോടൊപ്പം സൗദി, ഈജിപ്ത്, ഒമാൻ, ഖത്തർ തുടങ്ങിയ രാജ്യങ്ങളും സൈനിക നടപടിയിൽ നിന്ന് പിന്മാറാൻ അമേരിക്കയോട് ആവശ്യപ്പെട്ടു. സൈനിക നടപടിക്ക് ശേഷവും ഇറാൻ സർക്കാരിനെ താഴെയിറക്കാൻ സാധിച്ചേക്കില്ല എന്നും അറബ് രാജ്യങ്ങൾ ട്രംപിനെ ഉപദേശിച്ചതായാണ് വിവരം. ഈ ഘടകങ്ങളെല്ലാം പരിഗണിച്ച അമേരിക്ക സൈനിക നടപടിയിൽ നിന്ന് പിന്മാറുകയാണ് ഉണ്ടായത്. അതിരൂക്ഷമായ സാമ്പത്തിക പ്രതിസന്ധി, ഇറാനി റിയാലിന്റെ വിലത്തകർച്ച, അവശ്യ സാധനങ്ങളുടെ വിലക്കയറ്റം, ഇതിനെല്ലാമെതിരെയാണ് ഇറാനിൽ ഭരണവിരുദ്ധ പ്രക്ഷോഭം പൊട്ടിപ്പുറപ്പെട്ടത്. വിലക്കയറ്റത്തിനും കറൻസിയുടെ വിലത്തകർച്ചയ്ക്കുമെതിരെ ആരംഭിച്ച പ്രക്ഷോഭം ഭരണവിരുദ്ധ പ്രക്ഷോഭമാകാനും ഖമനേയി വിരുദ്ധ പ്രക്ഷോഭമാകാനും അധിക സമയം വേണ്ടി വന്നില്ല. ഇതാണ് ഇറാനും അമേരിക്കയുമായുള്ള സംഘർഷ സാധ്യതയിലേക്ക് വളർന്നത്. പ്രക്ഷോഭം അടിച്ചമർത്താൻ ഇറാൻ ഭരണകൂടം സൈന്യത്തെ വിനിയോഗിച്ചു. വെടിവെപ്പ് നടന്നു. ആയിരങ്ങൾ കൊല്ലപ്പെട്ടു. ഇതോടെ പ്രക്ഷോഭകരെ കൊല്ലുന്നത് തുടർന്നാൽ ഇറാനിൽ സൈനിക നടപടി ഉണ്ടാകുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നറിയിപ്പ് നൽകി. ഇറാനെ ആക്രമിച്ചാൽ ശക്തമായി തിരിച്ചടിയുണ്ടാകുമെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചിയും വ്യക്തമാക്കിയതോടെ ഇറാനിലെ പ്രക്ഷോഭത്തിനും അതിലെ US ഇടപെടലിനും പുതിയ മാനം കൈവന്നു. ഇറാനിൽ പ്രക്ഷോഭം ആറിത്തണുക്കുന്നതിന്റെ സൂചനകൾ എത്തിത്തുടങ്ങിയതോടെയാണ് ആക്രമണ പദ്ധതിയിൽ നിന്ന് പിന്നാക്കം പോകുന്നത് എന്നാണ് US കേന്ദ്രങ്ങൾ നൽകുന്ന സൂചന. ഇറാനിൽ പ്രക്ഷോഭകരെ കൊന്നൊടുക്കുന്നത് കുറഞ്ഞുവെന്നും തൂക്കിലേറ്റൽ നിർത്തിവെച്ചുവെന്നും വിവരം ലഭിച്ചതായും അതുകൊണ്ട് തന്നെ ഉടനടി ഒരു ആക്രമണത്തിനില്ല എന്നും ട്രംപ് സൂചന നൽകി. തിങ്കളാഴ്ചയ്ക്ക് ശേഷം പ്രക്ഷോഭത്തിന്റെ ശക്തി കുറഞ്ഞതായും റിപ്പോർട്ടുകളുണ്ട്. കാര്യമായ പ്രക്ഷോഭ റാലികൾ നടക്കുകയോ പ്രക്ഷോഭകരെ അടിച്ചമർത്താൻ വെടിവെപ്പുകൾ നടക്കുകയോ ചെയ്തിട്ടില്ല എന്നാണ് റിപ്പോർട്ട്. അതേസമയം ഭീകരബന്ധം ആരോപിച്ചുള്ള അറസ്റ്റുകൾ രാജ്യമെങ്ങും നിർബാധം നടക്കുന്നുണ്ട്. പ്രക്ഷോഭകരെ ഭീകരരായി മുദ്രകുത്തിയുള്ള അറസ്റ്റ് തുടരുമെന്ന് ഇറാന്റെ ദേശീയ മാധ്യമം റിപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്നു. ഇന്റർനെറ്റ് നിരോധനവും ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ഇന്റർനെറ്റ് സേവനം ലഭ്യമല്ലാത്തതിനാൽ സ്റ്റാർലിങ്ക് ഉപഗ്രഹ ഇന്റർനെറ്റിലൂടെ വീഡിയോകളും ചിത്രങ്ങളും പുറത്തെത്തിക്കുന്നവരെ ലക്ഷ്യമിട്ട് ഇറാൻ പ്രതികാര നടപടി തുടരുന്നുണ്ട്. ഇറാനുമായി സംഘർഷത്തിന് സാധ്യതയില്ലെന്ന് അറിയിച്ചെങ്കിലും പ്രക്ഷോഭത്തിന്റെ പേരിൽ ഇറാനിലെ സുരക്ഷാ ഉദ്യോഗസ്ഥർക്കും സാമ്പത്തിക ശൃംഖലകൾക്കുമെതിരെ ഉപരോധം ഏർപ്പെടുത്തി അമേരിക്ക പ്രതികാര നടപടി കൈക്കൊള്ളുന്നുണ്ട്. സമാധാനപരമായ പ്രതിഷേധങ്ങളെ അക്രമാസക്തമായ രീതിയിൽ അടിച്ചമർത്തുകയും കോടിക്കണക്കിന് രൂപയുടെ എണ്ണ വരുമാനം വെട്ടിക്കുറയ്ക്കുകയും ചെയ്തുവെന്നാരോപിച്ചാണ് ഉപരോധം ഏർപ്പെടുത്തിയത്. ഇറാന്റെ ദേശീയ സുരക്ഷയ്ക്കായുള്ള സുപ്രീം കൗൺസിൽ സെക്രട്ടറി അലി ലാരിജാനി അടക്കം ഉപരോധം നേരിടുന്നവരുടെ കൂട്ടത്തിലുണ്ട്. പ്രക്ഷോഭം അടിച്ചമർത്താനുള്ള ഏകോപനം, പ്രതിഷേധക്കാർക്കെതിരെ ബലപ്രയോഗത്തിന് ആഹ്വാനം എന്നിവയാണ് ലാരിജാനിക്കെതിരായ കുറ്റം. ലോറേസ്റ്റാൻ, ഹാൻസ് പ്രവിശ്യകളിലെ അടിച്ചമർത്തലിൽ പങ്കെടുത്തതിന് ഇറാന്റെ ലോ എൻഫോഴ്സ്മെന്റ് ഫോഴ്സിന്റെയും റവല്യൂഷണറി ഗാർഡിന്റെയും 4 പ്രാദേശിക കമാൻഡർമാർക്കും ഉപരോധം ഏർപ്പെടുത്തി. ഉപരോധം ലംഘിക്കുന്നവർ കടുത്ത നടപടി നേരിടേണ്ടി വരുമെന്നും US-ന്റെ മുന്നറിയിപ്പുണ്ട്. കഴിഞ്ഞ ജൂണിലെ 12 ദിവസത്തെ അമേരിക്ക-ഇസ്രായേൽ സംയുക്ത ആക്രമണം, ആണവ പദ്ധതിക്കെതിരായ പാശ്ചാത്യ ഉപരോധം എന്നിവ ഇറാനെ എത്തിച്ചത് കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലേക്കായിരുന്നു. ഇത് ഇറാനിലെ കറൻസി മൂല്യം കുത്തനെ ഇടിച്ചു. പ്രതിസന്ധി രൂക്ഷമായി.
നാണ്യപ്പെരുപ്പം കഴിഞ്ഞ മാസം 42.5% ഉയർന്നതോടെ ഭക്ഷണത്തിനും വീട്ടുസാധനങ്ങൾക്കുമടക്കം തീവിലയായി. അങ്ങനെ വിലക്കയറ്റത്തിനെതിരെ ഡിസംബർ 27-ന് വ്യാപാരികൾ ആരംഭിച്ച ഒരു കടയടപ്പ് സമരം ഒരു പ്രക്ഷോഭ കൊടുങ്കാറ്റായി മാറാൻ വലിയ താമസമുണ്ടായില്ല. വ്യാപാരികൾക്ക് പിന്നാലെ വിദ്യാർത്ഥികളും തെരുവിൽ ഇറങ്ങിയതോടെ പ്രക്ഷോഭം രാജ്യവ്യാപകമായി പടർന്നു. ടെഹ്റാനിൽ ആരംഭിച്ച പ്രക്ഷോഭം രാജ്യത്തിന്റെ മറ്റിടങ്ങളിലേക്കും വ്യാപിച്ച് വിലക്കയറ്റ വിരുദ്ധ പ്രക്ഷോഭം വൈകാതെ ഖമനയി വിരുദ്ധ പ്രക്ഷോഭമായി. പ്രക്ഷോഭകർക്ക് US പിന്തുണ പ്രഖ്യാപിച്ച് ഇറാനിൽ ആക്രമണം നടത്തുമെന്ന മുന്നറിയിപ്പോടെ വിലക്കയറ്റ വിരുദ്ധ പ്രക്ഷോഭം ഇറാൻ US സംഘർഷമായി മാറി. വിലക്കയറ്റ വിരുദ്ധ പ്രക്ഷോഭം ഖമനയി വിരുദ്ധ പ്രക്ഷോഭമായതോടെ ഇറാൻ ഭരണകൂടം പ്രക്ഷോഭകരെ അടിച്ചമർത്താൻ ആരംഭിച്ചു. പ്രക്ഷോഭത്തിൽ ഇതുവരെ 2600-ലധികം പേർ മരിച്ചതായാണ് കണക്ക്. ഇന്റർനെറ്റ് സേവനങ്ങൾ വിച്ഛേദിച്ചിരിക്കുന്നതിനാൽ കൃത്യമായ മരണനിരക്ക് പറയാനും പറ്റില്ല. 153 സുരക്ഷാ ഉദ്യോഗസ്ഥരും 2435 പ്രക്ഷോഭകരും കൊല്ലപ്പെട്ടതായാണ് US ആസ്ഥാനമായ ഹ്യൂമൻ റൈറ്റ്സ് ആക്ടിവിസ്റ്റ് ന്യൂസ് ഏജൻസി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. പ്രക്ഷോഭത്തിനിടെ അറസ്റ്റിലായ ഇർഫാൻ സുൽത്താനിയെ ബുധനാഴ്ച തൂക്കിലേറ്റുമെന്ന് അധികൃതർ കുടുംബത്തെ അറിയിച്ചിരുന്നുവെങ്കിലും ശിക്ഷ നടപ്പാക്കിയില്ല. തൂക്കിലേറ്റാൻ പദ്ധതിയില്ല എന്ന് ഇറാൻ വിദേശകാര്യ മന്ത്രാലയവും വ്യക്തമാക്കിയിട്ടുണ്ട്. അതേസമയം ഒരു കനേഡിയൻ പൗരൻ ഇറാൻ അധികൃതരാൽ കൊല്ലപ്പെട്ടുവെന്ന് കാനഡ അറിയിച്ചിട്ടുണ്ട്. ജീവകാരുണ്യ സംഘടനയായ റെഡ് ക്രസന്റിലെ ഒരംഗവും കൊല്ലപ്പെട്ടു. പ്രതിഷേധം ഇപ്പോൾ 31 പ്രവിശ്യകളിലേക്കും വ്യാപിച്ചിരിക്കുകയാണ്. ഇറാനിൽ കുടുങ്ങിക്കിടക്കുന്ന ഇന്ത്യൻ പൗരന്മാരെ ഒഴിപ്പിക്കാനുള്ള അടിയന്തര നീക്കങ്ങൾ കേന്ദ്ര സർക്കാർ ആരംഭിച്ചിട്ടുണ്ട്. സുരക്ഷാ ആശങ്കകൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ ആദ്യഘട്ടമായി ഒഴിപ്പിക്കുന്നവരെ വെള്ളിയാഴ്ച തന്നെ ഇന്ത്യയിലെത്തിക്കാനാണ് നീക്കം. ഇറാനിലെ മാറിക്കൊണ്ടിരിക്കുന്ന സാഹചര്യം കണക്കിലെടുത്ത് നാട്ടിലേക്ക് മടങ്ങാൻ ആഗ്രഹിക്കുന്ന ഇന്ത്യൻ പൗരന്മാർക്ക് ആവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കാൻ വിദേശകാര്യ മന്ത്രാലയം തയ്യാറെടുപ്പുകൾ നടത്തിവരുന്നുണ്ട്. ഇറാനിലെ വിവിധ മേഖലകളിലുള്ള ഇന്ത്യൻ വിദ്യാർത്ഥികളുമായും ടെഹ്റാനിലെ ഇന്ത്യൻ എംബസി ബന്ധപ്പെട്ടു തുടങ്ങി.